താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. എങ്ങനെയാണ് ഭക്തൻ്റെ കണ്ണുനീർ പ്രാർത്ഥിക്കുന്ന അവൻ്റെ വിഷയങ്ങളുടെ മേലുള്ള വിടുതൽ വേഗത്തിലാക്കി മാറ്റുന്നത്? കണ്ണുനീരും, ഒരിക്കൽ കൂടി പറയട്ടെ, ഭക്തൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അത് വ്യക്തമാക്കുന്നുണ്ട്. നോക്കൂ, ഹന്ന കരഞ്ഞു, ദൈവം തലമുറകളെ നൽകി, അവളുടെ കൊമ്പുയർത്തി. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ. ഹാഗർ കരഞ്ഞു, ദൈവം ഉറവ തുറന്ന് അവളുടെ തലമുറയെ വളർത്തി. കണ്ണുനീർ ഈ ലോകത്തിന് ഇഷ്ടമില്ലാത്ത സാധനം. എന്തിന്? നമുക്ക് പോലും കരയാൻ ഇഷ്ടമാണോ? അല്ല. പക്ഷേ ഈ കണ്ണുനീർ കണ്ട് നമ്മുടെ ദൈവമുണ്ടല്ലോ മാറിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ചു വയ്ക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല, വിശുദ്ധ വേദപുസ്തകമാണ്. ദൈവം കണ്ണുനീരൊക്കെയും ഭക്തൻ്റെ കണ്ണുനീരൊക്കെയും, ഇവിടെ ശ്രദ്ധിക്കണമേ, ഇത് ഭക്തനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭക്തൻ്റെ കണ്ണുനീരൊക്കെയും. എന്താണ് ഭക്തൻ്റെ കണ്ണുനീരിൻ്റെ പ്രത്യേകത? ആ കണ്ണുനീർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴുന്നതാണ്. ലോകത്തിൽ വീഴുന്ന കണ്ണുനീരല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വീഴുന്ന കണ്ണുനീർ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നവനാണ് ഭക്തൻ. അപ്പോൾ ആ ഭക്തൻ്റെ കണ്ണുനീർ ദൈവം തുരുത്തിയിലാക്കി വയ്ക്കുന്നു, തുരുത്തി തുറക്കുന്നു. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലേ? നമ്മളെ ഒട്ടും ഇഷ്ടമില്ലാത്തവർ പോലും നമ്മൾ കരയുമ്പോൾ കരയാതിരിക്കുക എന്ന് അവർക്ക് ഇറിറ്റേഷൻ കൊണ്ടെങ്കിലും പറയും. ചുമ്മാ കിടന്ന് കരയാതെ പറയുവേ. പക്ഷെ ദൈവമാണെങ്കിലോ കരയാതിരിക്കാൻ പറയുന്നില്ല, മറിച്ച് കരയുന്നത് നോക്കി നിൽക്കുക. കൂടുതൽ കണ്ണുനീർ വന്നിരുന്നെങ്കിൽ തുരുത്തിയിൽ കൂടുതൽ കിട്ടിയേനെ. അതെന്താ അങ്ങനെ? അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത്. ഭക്തൻ്റെ കണ്ണുനീരിൻ്റെ ശക്തി. അതേ, കരയുന്ന കണ്ണുനീർ മാത്രം ജീവിതത്തിൽ ബാക്കിയായി തീർന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ശക്തി. ഒരുപക്ഷെ നിങ്ങളുടെ കരങ്ങൾ ബലഹീനമായിരിക്കാം, നിങ്ങളുടെ നാവ് ബലഹീനമായിരിക്കാം, നിങ്ങളുടെ ശരീരം ആ രോഗത്താൽ ബലഹീനമായിരിക്കാം. പ്രശ്നങ്ങൾ പല നിലകളിൽ നിങ്ങളെ പിടിമുറുക്കുമ്പോൾ നിങ്ങൾ ബലഹീനരായിരിക്കാം. എന്നാൽ ഏറ്റവും ശക്തിയേറിയ ഒന്ന് നിങ്ങളുടെ പക്കലുണ്ട്. അതെ, അത് കണ്ണുനീരാണ്. ആ കണ്ണുനീരിൻ്റെ ശക്തിയെക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കുവാൻ പോകുക. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. നിങ്ങളുടെ കണ്ണുനീർ, അതേ, ദൈവസന്നിധിയിൽ വീഴുന്ന നിങ്ങളുടെ കണ്ണുനീർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ പോകുക. എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കണ്ണുനീരോടെ ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് പറയുവാൻ ഇങ്ങനെ പറയുന്നു. അതെ, ആ കണ്ണുനീർ, നിങ്ങളുടെ കണ്ണുനീർ, ആർക്കും വേണ്ടാത്ത ആ കണ്ണുനീർ, നിങ്ങൾക്ക് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഈ കരച്ചിലാണല്ലോ ദൈവമേ അവസാനം എൻ്റെ ജീവിതത്തിൽ നീ തന്നതെന്ന് നിങ്ങൾ തന്നെ ചോദിക്കുന്ന ആ കണ്ണുനീർ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുക. മീൻസ് ആ കണ്ണുനീർ സന്തോഷത്തിന് വഴിമാറുക. കരയുന്ന ചിലർ ചിരിക്കുവാൻ തുടങ്ങിയ, താങ്ക് ഗോഡ്, നിങ്ങളുടെ ശക്തിയേറിയ കണ്ണുനീർ നിങ്ങളെ ചിരിക്കുന്നവരാക്കി മാറ്റുവാൻ പോകുക. അല്പം കഴിഞ്ഞ് ദൂത, പ്രിയരെ, കണ്ണുനീരിനെ കുറിച്ചോർത്ത് നിങ്ങൾ ചിരിക്കും. ഞാൻ അന്ന് കരഞ്ഞല്ലോ, ഞാൻ അന്ന് ആ വിഷയത്തെ പ്രതിയാണല്ലോ കരഞ്ഞത്, അയ്യേ എന്ന് പറഞ്ഞ് നിങ്ങൾ ചിരിക്കുവാൻ പോകുക. നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഒരു കണ്ണുനീർ ഉയരുന്നത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. അവൾ പോയി അതിനെതിരെ ഒരു ആമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞു എതിരെ ഇരുന്നു ഉറക്കെ കരഞ്ഞു. കരയുന്നൊരു സ്ത്രീ അല്ല, കരയുന്നൊരു അമ്മ. എന്നെ കേൾക്കുന്ന അമ്മമാർക്കറിയാം, ആ അമ്മമാരുടെ കണ്ണുനീരിനൊപ്പം ആശ്വാസമായി ചേർന്ന് നിൽക്കുന്ന അപ്പന്മാർക്കറിയാം, മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരുടെ ആ കണ്ണുനീരിന് കാരണമാകുന്ന വേദനയുടെ ആഴം. രാത്രികൾ കണ്ണുനീർ കൊണ്ട് തീർക്കുന്നു. പകൽ കരയുവാൻ, പുറത്ത് മനുഷ്യരുടെ മുമ്പിൽ കരയുവാൻ കഴിയാതെ ഉള്ളം കൊണ്ട് കരഞ്ഞ് ജീവിക്കുന്നു. നശിച്ചു പോകുന്ന തലമുറ, വക്രതയും കോട്ടവുമുള്ള ലോകത്തിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട്, പിശാചിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാൽ പിടിക്കപ്പെട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും മോശം സ്വഭാവത്തിനും അടിപ്പെട്ട് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് വീണ് മാതാപിതാക്കൾക്ക് കൊള്ളാത്തവരായി ലോകത്തിൽ ഏറ്റവും കഠിന ഹൃദയമുള്ള ശത്രു പോലും തൻ്റെ എതിരാളിയോട് ചെയ്യാത്ത വിധത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന, ഉപദ്രവിക്കുന്ന മക്കൾ അല്ലേ?
അവരുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നു. പലതും മാതാപിതാക്കൾ അവരിൽ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? തങ്ങൾക്ക് വേണ്ടിയല്ല, മാതാപിതാക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി. അവർ നന്നായിരിക്കണം, അവരിലൂടെ ഞാൻ അറിയപ്പെടണം, അവരുടെ സന്തോഷം കണ്ടാൽ മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട, അവരുടെ സന്തോഷം കണ്ട് എനിക്ക് സന്തോഷിക്കണം. അമ്മമാരുടെ അപ്പന്മാരുടെ ആഗ്രഹം അതാ. പക്ഷേ ഒരിടത്തും എത്തുന്നില്ല. ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, ലക്ഷ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ വേദന പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വേദന അല്ലേ? കണ്ണുനീർ. അപ്പോൾ ഈ കണ്ണുനീർ പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ ജീവിതത്തിലെ പാപങ്ങളെ പോക്കുന്ന ഒരു ശുദ്ധീകരണ ലായനിയായി പ്രവർത്തിക്കാറുണ്ട്. ഇനി അല്പം ശ്രദ്ധിച്ചിരുന്നാലേ നിങ്ങൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാക്കുവാനായി കഴിയത്തുള്ളൂ. നിങ്ങൾ ആരുടെ മുമ്പിലാണ് കരയുന്നത്? ശ്രദ്ധിക്കണമേ. ഭക്തർ ദൈവത്തിൻ്റെ മുമ്പിലാണ് കരയുന്നത്, അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളൊരു മനുഷ്യന് മുമ്പിൽ കരയുവാൻ തയ്യാറാകുമെങ്കിൽ, ആ മനുഷ്യന് മുമ്പിൽ നിങ്ങൾ കരയുവാൻ തയ്യാറാകുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ആരുടെ മുമ്പിലാണോ കരയുന്നത്, അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, എനിക്ക് അവരെ മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ല, അങ്ങനെ ഒരാളിന് മുമ്പിൽ മാത്രമേ നിങ്ങൾ കരയത്തുള്ളൂ. ആണേ? ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ തയ്യാറാകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഒന്നുമില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ കരയത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ നിങ്ങൾ കരയത്തില്ല. പ്രശ്നം കഠിനത ഏറി വരുമ്പോൾ അമ്മയപ്പന്മാർക്ക് മുമ്പിൽ കരയുന്നത് എന്തുകൊണ്ടാണ്? ചാടിത്തുള്ളിയൊക്കെ നടക്കും. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നിങ്ങൾ പഴയ ആൾക്കാരാണ്, നിങ്ങൾക്ക് കാര്യമൊന്നും അറിയത്തില്ല. പക്ഷേ പ്രശ്നം കടക്കുമ്പോൾ കരയും. കാരണം അവനറിയാം, അവൾക്കറിയാം, ഞാൻ എൻ്റെ അമ്മയുടെയും അപ്പൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നീയൊന്നുമല്ല, ഞാൻ ആരാ, എൻ്റെ കഴിവുകൊണ്ടാ ഈ ഭവനമൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞ് തോന്നിയവാസം കാണിച്ച് നടക്കുന്ന ചായൻ അതേ ഭാര്യയുടെ മുമ്പിൽ പ്രശ്നം കടക്കുമ്പോൾ കണ്ണുനീരോടെ നിൽക്കും. അവനറിയാം, ഇവളുടെ മുമ്പിൽ ഞാൻ ഏതുമില്ല, എനിക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല. ഓ അല്ലേ? ആണ് സഹോദരി, അങ്ങനെയല്ലേ? ഭർത്താവിന് മുമ്പിൽ കരയുമ്പോൾ അറിയാം, എൻ്റെ ഭർത്താവിന് മുമ്പിൽ എനിക്ക് മറച്ചു വയ്ക്കാൻ ഒന്നുമില്ല, ഞാൻ അവന് മുമ്പിൽ. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിലും നമ്മൾ ഒന്നുമില്ല എന്നുള്ള ബോധ്യമാണ് അവൻ്റെ സന്നിധിയിൽ നമ്മെ കരയുന്നവരാക്കി മാറ്റുന്നത്. മീൻസ് നമ്മുടെ ജീവിതത്തിൽ ആ താഴ്മ ഉണ്ടാകുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴുമ്പോൾ എന്താ സംഭവിക്കുന്നേ? ഉയർത്തപ്പെടും. ആമേൻ. ഞാനല്ല പറഞ്ഞ, കർത്താവ് യേശു ക്രിസ്തുവാ പറഞ്ഞേ, തന്നെത്താൻ താഴ്ത്തുന്നവനെയൊക്കെ ദൈവം ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ നാം താഴുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. മീൻസ് നമ്മുടെ കണ്ണുനീർ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ശുദ്ധീകരണ ലായനിയായി പ്രവർത്തിക്കുന്നു. കുറച്ചുകൂടെ നിങ്ങൾക്ക് വ്യക്തമാകും വിധത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ആ കുഞ്ഞുമായി നിങ്ങൾ പുറത്തായിരിക്കുന്നു. കുഞ്ഞ് ചാടി തുള്ളി കളിച്ച് ബഹളം വെച്ച് നിങ്ങളൊരപ്പൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ബോധവാന്മാരാണ്. ഇവൻ്റെ ചാട്ടവും തുള്ളലും ഇന്ന് കരഞ്ഞുകൊണ്ടവൻ പോകുവാൻ ഇടയായിത്തീരും. അല്ലേ? ഞാൻ അനുഭവിക്കുന്നതാ. എനിക്കുണ്ടല്ലോ ഒരു കുഞ്ഞ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? എടാ മര്യാദയ്ക്ക് നടക്കടാ, എടാ തറയി നോക്കി നടക്കടാ, ഇടീ ചാടല്ലേ, അങ്ങനെ ചെയ്യല്ലേ, വീഴും, മോളെ മോനെ, എങ്ങനെയൊക്കെ പറയുവാൻ കഴിയുമോ അങ്ങനെയൊക്കെ പറയും. പറഞ്ഞിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? നമ്മുടെ പിള്ളേരല്ലേ, നമ്മളെ പോലെയല്ലേ ഇരിക്കത്തുള്ളൂ. ചാടും, ഓടും, പോയി വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കും, മുറിവ് പറ്റും. അയ്യോ, മീൻസ് അനുസരണക്കേടിൻ്റെ ഫലം നമ്മുടെ പ്രിയ മക്കൾ അനുഭവിക്കുന്നു. ദേഷ്യം വരുമോ? വരത്തില്ലേ? ദേഷ്യം വരും, കൊന്നുകളയാനുള്ള ദേഷ്യം വരും. പറയരുത്, ഈ നശൂലങ്ങൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, പോയി വിഴുന്ന് കലങ്ങി. ഓ, ഒരു AK-47 ഉണ്ടായിരുന്നെങ്കിൽ എടുത്തു വെച്ച് വെടിവെക്കാൻ പോലും തോന്നുന്ന അളവിൽ ദേഷ്യം വരും. കയ്യിൽ വടിയിരിക്കുക, ചോര തിളച്ച് മറിയുക, രണ്ട് കൊടുത്തിട്ട് തന്നെ. അപ്പോഴാ വീഴ്ച സമ്മാനിച്ച വേദനയിൽ തലമുറകൾ അങ്ങ് ഒരു വിളിയും കരച്ചിലും, അപ്പാ അമ്മ, അയ്യോ, ആ കരച്ചിലങ്ങ് ഉയരുന്നതും അവരുടെ കണ്ണ് നിറയുന്നത്, കയ്യിലിരിക്കുന്ന വടിയും താഴെ പോകും, തിളച്ച് പറയുന്ന ചോര അങ്ങ് താഴെ പോയി അതങ്ങ് ഐസ് പോലെ
ഉറഞ്ഞു പോകും. അയ്യോ, ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഉറവകൾ പൊട്ടി ഓടിപ്പോയി നമ്മുടെ പൊന്നു മക്കളെ മാറോട് ചേർത്ത് മക്കളെ പോട്ട്. അപ്പോൾ കുഞ്ഞു കരയുന്നതിനേക്കാളും നമ്മൾ കരയും. മീൻസ് തൊട്ടു മുമ്പ് അവൻ ചെയ്ത തെറ്റ് അനുസരണക്കേട് നമ്മൾ ക്ഷമിച്ചു. അവൻ്റെ കണ്ണുനീരിന് മുമ്പിൽ ആ തെറ്റുകളൊക്കെ നമ്മളങ്ങ് മറന്നു. ഇത്രയേ ഉള്ളൂ പ്രിയരെ. നമ്മുടെ കണ്ണുനീർ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുനീർ കണ്ട് കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമ്മുടെ കുറവുകളെ ക്ഷമിക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, ദൈവദാസനെ, ഹാഗർ ഇവിടെ എന്ത് പാപമാണ് ചെയ്തത്? ഹാഗർ ഇവിടെ എന്ത് പാപമാണ് ചെയ്തത്? നോക്കൂ, ആബ്രഹാമിൻ്റെ ജീവിതം എന്നെക്കാളുപരി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12 മുതൽ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ വായിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അതുകൊണ്ട് റെഫറൻസ് ഒന്നും പറയുന്നില്ല. ഈ ഹാഗർ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാൾ മനുഷ്യൻ്റെ ഇഷ്ടത്തിനൊപ്പം ചേർന്ന് നിന്നവളും അത് പ്രവർത്തിച്ചവളുമാണ്. ഹാഗർ സാറായുടെ ഇഷ്ടത്തിന് തുള്ളി അടുക്കളയിലായിരുന്നവൾ യജമാനന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു വന്നവളാണ്. ഹാഗർ സാറായുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിച്ച് സാറായുടെ ഉദരത്തിൽ വളരേണ്ട കുഞ്ഞിനെ സ്വന്തം ഉദരത്തിൽ വഹിച്ചവളാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല ഹാഗറിൻ്റെ ജീവിതത്തിൽ നിറവേറുന്നത്. ബൈബിൾ പറയുന്നു, സാറായുടെ ഇഷ്ടവും ആബ്രഹാമിൻ്റെ ഇഷ്ടവും അവളുടെ കൊതിയും അവളുടെ ജീവിതത്തിൽ നിറവേറി. ചിലത് നല്ലത് സംഭവിക്കണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്, സ്വപ്നമാണ്, കൊതിയാണ്. അതെ, അടുക്കളയിൽ ദാസിയായിരിക്കുമ്പോൾ ദാസിക്ക് ആഗ്രഹമുണ്ട്. യജമാനത്തി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ആഗ്രഹിക്കും. ജോലിക്കാരനായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും. മുതലാളി ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലേ? നിങ്ങളൊന്നുമില്ലാത്തവരായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും. എല്ലാം ഉള്ളവരായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആഗ്രഹമൊക്കെ കൊള്ളാം. പക്ഷേ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് ഒത്തവണ്ണം നടന്ന് അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുമെങ്കിൽ എന്ത് സംഭവിക്കും? ഫലം കണ്ണുനീരായിരിക്കും. അർത്ഥം, പാപം അല്ലെങ്കിൽ തെറ്റ് ആര് പറഞ്ഞു ചെയ്താലും, ആര് കൂടെ നിന്ന് ചെയ്യുവാൻ സപ്പോർട്ട് ചെയ്താലും അത് തെറ്റല്ലാതായി തീരുന്നില്ല. തെറ്റ് എങ്ങനെ ചെയ്താലും തെറ്റാണ്. പാപത്തിന് ഏതുടുപ്പിട്ടാലും പേര് ഒന്നേ ഉള്ളൂ, പാപം, പാപം, പാപം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, പാപം ചെയ്യരുത് മക്കളെ. പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്. ഈ തെറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം ഇതാണ്. ആരാണോ തെറ്റ് ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? നോക്കൂ, ഹാഗറിനെ തെറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് സാറായും ആബ്രഹാമുമാണ്. അതെ, സാറായും ആബ്രഹാമും തന്നെ ഒരു പൂച്ചക്കുട്ടിയെ ചെവിയിൽ തൂക്കി പുറത്ത് കളയുന്നത് പോലെ ഹാഗറിനെ തൂക്കി പുറത്ത് കളഞ്ഞു. അവൾ മരുഭൂമിയിൽ വന്നു വീണ് മേന്ന് പറഞ്ഞ് കരഞ്ഞു. മനസ്സിലായില്ലേ? തെറ്റ് ചെയ്യുവാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, സപ്പോർട്ട് ചെയ്യുവാൻ കുഴപ്പമില്ലടാ. ഒരു പഫ് അല്ലേ, നീ വലിച്ചു നോക്ക്. ഒരു സ്മോള് അടിച്ചു നോക്ക്. ആമേൻ. ഒന്ന് വിളിച്ചു നോക്ക്, ഒന്ന് സംസാരിച്ചു നോക്ക്, ഒന്ന് പറഞ്ഞു നോക്ക്. എന്നൊക്കെ പറഞ്ഞ് പലരും നിങ്ങൾക്കൊപ്പം നിൽക്കും. പക്ഷേ അത് തെറ്റായതുകൊണ്ട് തന്നെ ഈ പറയുന്നവർ തന്നെ ആദ്യം നിങ്ങളെ അടിച്ചോടിക്കും. നിങ്ങൾക്കൊപ്പമുള്ളവരുമായി ചേർന്ന് പാപം ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, അവരെ നിങ്ങൾ ശത്രുക്കളാക്കി മാറ്റുവാൻ പോകുന്നു. അവർ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുവാൻ പോകുന്നു. അതേ, പാപം ബന്ധങ്ങളെ തകർക്കും. അതെന്നെ, എന്തിനാ വെറുതെ പാപം ചെയ്ത് നമുക്ക് എന്നും നല്ല സുഹൃത്തുക്കളായിരിക്കേണ്ടവരെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? അവർ പറഞ്ഞാലും ആര് പറഞ്ഞാലും പാപമാണ്. ചെയ്യരുതാത്തത് സഹോദര, സഹോദരി, മാതാപിതാക്കളെ, മക്കളെ, നിങ്ങൾ ചെയ്യരുതാത്തത് ചെയ്യരുത്. നോക്കിയേ, ഹാഗർ കരയുകയാണ്. മരുഭൂമിയിൽ അവൾ കരഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീർ അവളുടെ പാപത്തെ ശുദ്ധീകരിച്ചു. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടി ചെയ്തു പോയ പാപങ്ങൾക്ക് അവളുടെ കണ്ണുനീർ ശുദ്ധീകരണമായി മാറി. അവളുടെ പാപത്തെ പോക്കുന്ന ഔഷധമായി അവളുടെ കണ്ണുനീർ മാറി. ഫലമോ, ദൈവം അവൾക്കായി പ്രവർത്തിച്ചു എന്നല്ല. ശ്രദ്ധിച്ചോ, പാപം അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിയപ്പോൾ കണ്ണുനീർ കൊണ്ട്
അവളുടെ പാപം കഴുകപ്പെട്ടപ്പോൾ ദൈവം അവൾക്കായി ഒരുക്കിയിരുന്ന വിടുതൽ അവൾ കണ്ടു. ശ്രദ്ധിക്കണമേ, ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 19 വാക്യത്തിൽ വചനം പറയുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു. എങ്ങനെയാണ് അവളുടെ കണ്ണടഞ്ഞിരുന്നത്? പാപം കൊണ്ട് അവളുടെ കണ്ണ് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ കഴിയാതെ അടഞ്ഞിരുന്നു. ആ കണ്ണുനീർ കൊണ്ട് അവളുടെ പാപം കഴുകപ്പെട്ടപ്പോൾ ദൈവം തുറന്നു കൊടുത്തു. അപ്പോൾ അവൾ ഉറവ കണ്ടു. അതെ, കണ്ണ് തുറന്നിട്ട് ദൈവം പിക്കാസും മൺവെട്ടിയും എടുത്ത് ഉറവയൊന്ന് കുഴിച്ചു കൊടുത്തു എന്നല്ല, മറിച്ച് അവൾ കണ്ണു തുറന്നപ്പോൾ ദൈവം അവൾ മരുഭൂമി കയറുന്നതിന് മുമ്പേ അവൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഉറവ കണ്ടു. അതേ പ്രിയരെ, നിങ്ങളുടെ കണ്ണുനീരോടെ കൂടിയ പ്രാർത്ഥന അറിഞ്ഞും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്കായി ദൈവം നിങ്ങൾ പ്രശ്നത്തിലാവും മുമ്പേ ഒരുക്കിയിരിക്കുന്ന ഉറവ കാണും. ആ ഉറവ നിങ്ങളെ നിലനിർത്തും. അതേ, പാപത്തിൻ്റെ ഫലമായി, കുറവുകളുടെ ഫലമായി, തെറ്റ് ചെയ്തതിൻ്റെ ഫലമായി നിങ്ങളെ ഒഴിവാക്കി ഞങ്ങൾ നല്ലവരാണേ എന്ന് പ്രഖ്യാപിക്കുന്ന ചിലർ, ആബ്രഹാമും സാറായും ഹാഗറിനെ ഒഴിവാക്കി ലോകത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: അവളാണ് തെറ്റുകാരി, ഞങ്ങൾ നല്ലവരാണ്. ലോകം ഇങ്ങനെയാണ്. നിങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് തെറ്റുകൾ ചെയ്യും, പാപങ്ങൾക്കായി നിങ്ങളെ പ്രേരിപ്പിക്കും. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ നിങ്ങളെ പുറത്താക്കി അവർ മാറി നിന്ന് പറയും, അവളാണ് കുഴപ്പക്കാരി, അവനാണ് കുഴപ്പക്കാരൻ, ആ ചെറുക്കന്മാരാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റിക്കളയും. അവർ അവിടെ നിന്ന് പറയും, ഞങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നശിച്ചു പോകുന്നത് കാണുവാൻ നോക്കി. ആ പാപം അതോടെ തീർന്നു. അവൾ നശിച്ചതോടെ അല്ലേ, ആ സ്കൂളിൽ നിന്ന് മാതാവേ നിങ്ങളുടെ മക്കളെ പുറത്താക്കിയതോടെ, നിങ്ങളുടെ മക്കളെ തലതിരിഞ്ഞവരാക്കി മാറ്റിയ, മോശം കൂട്ടുകെട്ടുകളിൽ പെടുത്തിയ, ദുശീലങ്ങൾക്ക് അടിമയാക്കി മാറ്റിയവർ അവർ പറയും, ആ ചെറുക്കാൻ പോയി, അതോടെ അവനാ ഞങ്ങളെയും കൂടെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ല. അവരുടെ മാതാപിതാക്കളും പറയും, ഞങ്ങളുടെ മക്കൾ എന്ത് നല്ല മക്കളായിരുന്നു, കണ്ണുനീർ നിനക്ക് മാത്രം, നിന്റെ കണ്ണുനീർ തോരുന്നതേയില്ല. ആമേൻ അല്ലേ? കൂടെ നിൽക്കുന്നവരെല്ലാം ഒഴിവാക്കി അവരെല്ലാം പറയും, ഞങ്ങൾ പെർഫെക്റ്റ് ആണ്, ഞങ്ങളുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല. അവളുടെ ഭാഗത്താ പ്രശ്നം, അവളായിരുന്നു കുഴപ്പക്കാരി, അവളുടെ നാക്കാണ് ഈ വീട്ടിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അതല്ലേ സഹോദരി, നിന്നെക്കുറിച്ച് മാത്രമേ ഇപ്പം പറയാനുള്ളൂ. വന്നു കയറിയ നീയാണ് പ്രശ്നം, നീ വന്നു കയറിയത് മുതലാണ്. അല്ലെങ്കിൽ നോക്ക്, അവൾ വന്നു കയറും മുമ്പേ ഈ വീട്ടിനകത്ത് എന്തെങ്കിലും ഒരു ശബ്ദമെങ്കിലും, സൂചി നിലത്ത് വീണ പുറത്ത് കേൾക്കാൻ പറ്റുന്ന സൈലൻ്റ് ആയിരുന്നു ഈ വീട്. മുടിഞ്ഞവൾ വന്നു കയറി, ഇതിനകത്ത് ഒരു സ്വസ്ഥതയുമില്ല. ഇപ്പം പോയി, ആട്ടി ഓടിച്ചിട്ട് പറയും, ഇപ്പം പോയി. കൂടെ നിന്ന് അതുവിധം പറഞ്ഞ് നിന്നെക്കൊണ്ട് വായി തുറപ്പിച്ച്, പറയാൻ പാടില്ലാത്തത് നിന്നെക്കൊണ്ടും പറയിപ്പിച്ച്, നാട്ടുകാരുടെ മുമ്പേ നിന്നെ മോശക്കാരിയാക്കി നിന്നെ ഇറക്കി വിട്ടിട്ട് പറയുക, മുടിഞ്ഞവൾ പോയി, അവൾ കുഴപ്പക്കാരിയായിരുന്നു. ഇപ്പോൾ ഈ വീട് വീണ്ടും ശാന്തസുന്ദര സുരഭില. അങ്ങനെയായി. ഇനി ഒരു കുഴപ്പവുമില്ല. ആമേൻ. അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നിൽക്കുക. നീ കണ്ണുനീരോട് എങ്ങോട്ട് പോകണം? സഹോദരി, നീ കരയുക. പദ്ധതി ഒരുക്കി നിന്നെ പിടിച്ചു പുറത്താക്കി ആ വീട്ടിനകത്ത് നിന്ന്. ഭർത്താവൊപ്പമില്ല, ബന്ധുക്കളൊപ്പമില്ല, നിന്റെ മാതാപിതാക്കൾ പോലും നിനക്കൊപ്പം നിൽക്കാത്ത അവസ്ഥ. കരയുക. നിന്റെ കണ്ണുനീരിന്ന് മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ കണ്ണുനീരിന് എൻ്റെ ദൈവം ഇന്ന് അറുതി വരുത്തുന്നുണ്ട്. താങ്ക് ഗോഡ്. ആമേൻ. ആ സ്ഥാപനത്തിൽ നിന്ന് സഹോദര എല്ലാവരും കൂടെ നിന്നതാ. നീ പറഞ്ഞാലേ അവർ കേൾക്കത്തുള്ളൂ. അപ്പോൾ നിനക്ക് ഒരു ശരി തന്നെ, ഞാൻ പറഞ്ഞാലേ എനിക്ക് അവരെയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചാടി പലതും പറഞ്ഞ് കേൾപ്പിക്കാൻ പോയതാ. ഇന്ന് നീ പുറത്തായപ്പോൾ അവരെല്ലാം പറയുന്നുണ്ട്, അല്ല നിന്നെ പുറത്താക്കാൻ വേണ്ടി അവർ കൂടെ നിന്നു. പ്രശ്നമായപ്പോഴേ ഞങ്ങളൊന്നും പറഞ്ഞില്ല, അവനാ കുഴപ്പക്കാരൻ. ഞങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നവരാണോ? നിന്നെ പിടിച്ച് പുറത്ത് കളഞ്ഞു. അവർ പറയോ, അവൻ പോയി, ഇനി ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല. നീ കണ്ണുനീരോടെ ജോലിയില്ലാതെ കരഞ്ഞ് ആ കണ്ണുനീരിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോയി. താങ്ക് ഗോഡ്. കൂടെ നിൽക്കുന്നവർ, ആമേൻ. അതെ, അവരൊക്കെ ഒഴിവാക്കും. മരുഭൂമി
ജീവിതത്തിൽ മരുഭൂമി, മുൻപിൽ മരുഭൂമിയുടെ അവസ്ഥ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുവാൻ തയ്യാറാണോ? നിന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ കുറവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കഴുകി കളയുവാൻ, നിന്റെ കണ്ണുനീർ കൊണ്ടൊന്ന് കഴുകി കളയുവാൻ നീ തയ്യാറാണോ? നീ ആ മരുഭൂമിയിലേക്ക് കയറുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഉറവ നീ കാണുവാൻ പോകുക. അതേ സഹോദര, ആ ജോലി സ്ഥലത്തു നിന്ന് ജോലിയില്ലാത്തവനായി, വരുമാനമില്ലാത്തവനായി, നീ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും കടന്നു പോയതൊന്ന് നിന്റെ കരങ്ങളിൽ വാങ്ങുവാൻ കഴിയാത്തവനായി നീ പുറത്താക്കപ്പെട്ട അവസ്ഥ, അതെ, അത് നീ തിരിച്ചറിയുന്നതിന് മുമ്പേ നീ കടന്നു ചെല്ലുവാൻ പോകുന്ന ജീവിതത്തിൽ ഏറ്റവും കഠിനതയേറിയ മരുഭൂമിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞു ആരുമില്ല, അവിടെ നീ ഒറ്റയ്ക്കായി തീരുമെന്ന് തിരിച്ചറിഞ്ഞു ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ച ഉറവ നീ കാണുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, നീ കാണുവാൻ പോകുക. ഓ ആ ഉറവ, അതിൽ നിന്ന് കോരി കൊടിച്ച് നിന്റെ ദാഹം തീർത്ത് നിന്റെ തലമുറയ്ക്ക് കൊടുത്ത്, നിന്റെ കുടുംബത്തിന് കൊടുത്ത്, നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി നീ സന്തോഷിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ സന്തോഷിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ളത് എൻ്റെ ദൈവം തുറന്നു വച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ജോലിയെ ഓർത്ത് ഭാരപ്പെടണ്ട. അയ്യോ, ആ ഇൻ്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്തില്ലല്ലോ, ഭാരപ്പെടണ്ട. മരുഭൂമിയുടെ അവസ്ഥ, അയ്യോ വരണ്ട അവസ്ഥ, അയ്യോ ചൂടുകാറ്റിൻ്റെ അവസ്ഥ, അയ്യോ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, ഭാരപ്പെടണ്ട. നിന്റെ കണ്ണ് ദൈവം തുറക്കും. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കണ്ണ് ദൈവം തുറക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വിടുതൽ കാണുവാൻ തക്കവണ്ണം ദൈവം നിന്റെ കണ്ണ് തുറക്കും. മാതാവേ, പിതാവേ, നിന്റെ മക്കൾക്ക് വേണ്ടി അവർ നീ നായിരിക്കുന്ന മരുഭൂമിയിൽ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ഉറവ കാണുവാൻ തക്കവണ്ണം നിന്റെ കണ്ണ് എൻ്റെ ദൈവം തുറന്നു തരിക. അയ്യോ ദൈവദാസനെ, എൻ്റെ മക്കൾ അവർ ലോകപ്രകാരം പിടിക്കപ്പെട്ടു പോയി, അവർ പിശാചിനാൽ ബാധിക്കപ്പെട്ടു, ദുശീലങ്ങൾക്ക് അടിമകളായി. അയ്യോ, അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുമോ? ഇല്ല. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളെക്കാൾ വലിയ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവർ ഭാവികളായതുകൊണ്ട്, അവർ പാപം ചെയ്യുന്നത് കൊണ്ട്, അവർ പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്താ? ദൈവത്തിന് വല്ല നഷ്ടവുമുണ്ടോ? ചോദിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്താ? നിനക്ക് വേണ്ടി എന്താ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തത്? പലതും വിട്ട് നിന്ന് സഹിച്ച്, അപമാനം സഹിച്ച്, വിശ്വസ്തയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന മാതാവേ, നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിച്ചാൽ എന്താ? അതെന്താ? നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, നിന്റെ മക്കൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറയും. ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ച കൽപ്പിത കഥകളും വിശ്വസിച്ചിരിക്കാതെ ഒരു ആമേൻ പറയും. പ്രാർത്ഥിക്ക്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുക. ആഗറിന്റെ കണ്ണുനീർ കണ്ട് ദൈവം ഉറവ തുറന്നു. തലമുറ മരുഭൂമിയിൽ വളർന്നു. തളർന്ന് മരണം കാത്തു കിടന്ന തലമുറ മരുഭൂമിയിൽ വളർന്നു. നിന്റെ തലമുറ തളർന്ന് കിടക്കുന്ന തലമുറ വളരുകയാ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അവർ വളരുവാൻ പോകുക. അവരെ തളർത്തിക്കളഞ്ഞ ശത്രുവിന് മുൻപിൽ അവർ വളരുവാൻ പോകുക. അവർ നശിച്ചു പോകുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ അവർ വളരുവാൻ പോകുക. ആ വിദ്യാഭ്യാസ മേഖലയിൽ അവർ വളരുവാൻ പോകുക. ആ കോഴ്സുകൾ അവർ പഠിക്കുവാൻ പോകുക. ആ റിസൾട്ടുകൾ അവർക്കുണ്ടാകുവാൻ പോകുക. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുവാൻ പോകുക. ആ ഭാവി അവർക്ക് കർത്താവ് നൽകുവാൻ പോകുക. അവർ ആഗ്രഹിക്കുന്നത്, നീ സ്വപ്നം കാണുന്നത്, പ്രാർത്ഥിക്കുന്നത്, കാത്തിരിക്കുന്നതുമായ ഭാവി എൻ്റെ കർത്താവ് അവർക്ക് ഒരുക്കി നൽകുവാൻ പോകുക. നിന്റെ കണ്ണുനീർ കണ്ട് നിന്റെ കണ്ണു തുറക്കുമ്പോൾ നിന്റെ തലമുറകൾ വളരും. യെസ്, ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് പ്രതിഫലമുണ്ട്. നിങ്ങളുടെ കുറവുകൾ ക്ഷമിച്ച് കർത്താവ് തലമുറകളുടെ ഭാവിയെ അനുഗ്രഹിക്കും, തലമുറകളെ വളർത്തും. അതേ സഹോദരി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. വന്നുപോയ കുറവുകളെ ആ കണ്ണുനീർ കഴുകി നിന്നെ ശുദ്ധീകരിക്കും. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടും, അറിഞ്ഞോ അറിയാതെയോ. ചിലരൊക്കെ അങ്ങ് മൂട്ടി വിട്ടു തന്നു. ഭർത്താവ് ഒന്ന് പറഞ്ഞാൽ നീ മിണ്ടാതിരിക്കരുതടി, നീ 2 പറയണം, എങ്കിലേ യുവന്മാരൊക്കെ അടങ്ങത്തുള്ളൂ. അത് കേട്ട് 2 പറയാൻ നിന്നതാ. അപ്പോൾ 1 പറഞ്ഞവൻ 3 പറയാൻ തുടങ്ങി. പിന്നെ നീ കയറി 4 പറഞ്ഞു, 5 പറഞ്ഞു. അയ്യോ, അവൻ്റെ കൈക്കരുത്തിന് മുമ്പിൽ നിന്റെ 5 മാറുമൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് വല്ലാത്തൊരവസ്ഥയല്ലേ? പറഞ്ഞെന്നവരാരെങ്കിലും ഇപ്പം കൂടെ ഉണ്ടോ? ആരും കൂടെ ഇല്ല. ഉപദേശിക്കുവാനും പറഞ്ഞു തരാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ നീ മാത്രമാണ് അനുഭവിക്കുന്നത്. ഭർത്താവുമില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരുമില്ല, സ്വന്തക്കാരുമില്ല, ആരുമില്ല. നിന്നയും പരിഹാസവും. മരുഭൂമിയുടെ അവസ്ഥയല്ലേ സഹോദരി? നല്ലതൊന്നും പ്രതീക്ഷിക്കാനില്ലേ? ഇപ്പോൾ ചോദിക്കുക, എന്താ എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ളത്? യേശുവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ കരഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട് എന്താ എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ടുള്ള ചോദ്യം ചോദിച്ച് കാരണം മരുഭൂമിയാണ്, നല്ലതൊന്നും കാണാനില്ല.
ചൂട് കാറ്റടിക്കുന്നുണ്ട്, കയ്യിലുള്ളതൊക്കെ തീർന്നു. ഹാഗറിൻ്റെ കയ്യിൽ ഒരല്പം ഉണ്ടായിരുന്നു, അബ്രഹാം കൊടുത്ത ഇതെങ്കിലും കൊണ്ടുപോയി കുടിച്ച് ഇത് തീരുന്നത് വരെ ജീവിക്കുക എന്ന് പറഞ്ഞ് കിട്ടിയ അല്പം മാത്രമുണ്ട്, എന്തോ ഒരല്പമുണ്ട്. അതാ നിന്നെ ജീവിപ്പിക്കുന്നത്. ആരുടെയൊക്കെയോ ഹൃദയത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് തോന്നിയ ഒരു കനിവ്, അല്ലെങ്കിൽ കണ്ണു മുമ്പ് കിടന്ന് ചാവണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ ആവാം കേട്ടോ. കരയുക സഹോദരി, നീ കരയുക. നിന്റെ കണ്ണ് തുറക്കുവാൻ പോവുക. അമ്മേൻ, ആ മരുഭൂമിയിൽ, യെസ്, നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമാനമായ അവസ്ഥയിൽ നീ തളർന്ന് നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ട ഉറവ എൻ്റെ ദൈവം തുറന്നു തരിക. നീയും നിന്റെ ഭർത്താവും സ്നേഹത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം തുറന്നു തരിക. ഓ താങ്ക് ഗോഡ്. നിന്റെ പേര് നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത്, നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം തുറന്നു തരിക. തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത്, നിന്റെ കുടുംബം തകർന്നു പോകുവാൻ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് പിശാച് ആഗ്രഹിച്ചതുപോലെ നിന്റെ കുടുംബജീവിതം തകർന്നു പോകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം തുറന്നു തരിക. സഹോദര, എൻ്റെ കർത്താവ് തുറന്നു തരിക. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ ചിലതിൻ്റെ പിന്നാലെ നടന്ന് നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും വേണ്ടി സഹോദരി, അതിനുവേണ്ടി നീ അനുഭവിക്കുന്ന സമാനമായ ജീവിത സാഹചര്യങ്ങളെ പച്ച പുൽമേടുകളാക്കി തീർക്കുവാൻ തക്കവണ്ണം വറ്റാത്ത ഉറവയൊന്ന് തുറന്നു തരിക. ഇന്നലകളിൽ തീർന്നു പോകുന്നതായിരുന്നു നിന്റെ കയ്യിലുണ്ടായിരുന്നതെങ്കിൽ എൻ്റെ കർത്താവ് തീർന്നു പോകാത്തത് നിന്റെ കൺമുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. യെസ്, ചിലത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി, ബാക്കി ചിന്തിക്ക്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കും. തീർന്നു പോകാത്ത ഉറവ, വറ്റിപ്പോകാത്ത ഉറവ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അതേ സഹോദരി, പ്രാർത്ഥിക്കേ. സൗഖ്യമെന്ന ഉറവ തുറന്നു വെച്ചിട്ടുണ്ട്. കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗത്തിന് കാരണമായിരിക്കുന്ന പാപം, അയ്യോ ദൈവദാസ, എന്ത് പാപമാണ് നിന്റെ ശരീരത്തോട് ചെയ്ത പാപം? ആമേൻ. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാൻ പുകവലിക്കുന്നില്ല. പുകവലി പാപമാണ്, മദ്യപാനം പാപമാണ്, അറിയാം. ഞാൻ പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, അതിന് വലിയ പാപമാണ് പ്രിയരെ ഇന്നത്തെ ആഹാരം നമ്മൾ വാരി കഴിക്കുന്നത്. എല്ലാം വിഷമാണ്. വിഷം കഴിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അറിയാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതേ, നമ്മൾ കഴിക്കുന്ന വിഷം മുഖാന്തരം, ആഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്ന വിഷം മുഖാന്തരം ശരീരത്തിലുണ്ടാകുന്ന രോഗം, അതെ, ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കും. സൗഖ്യത്തിൻ്റെ ഉറവ ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് തുറക്കുക. കുടുംബത്തിനകത്ത് എല്ലാവർക്കും രോഗമാണ്, അല്ലേ സഹോദര? അത് വല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. വീട്ടിനകത്ത് പോയി കയറുവാനേ കഴിയുന്നില്ല. എല്ലാവർക്കും രോഗം. സൗഖ്യമാക്കുന്ന ഉറവ തുറന്നു വരിക. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. ആമേൻ. കടം കയറി മൂടിഞ്ഞു നല്ലതിന് വേണ്ടി, പലതും നല്ലതായി തീരുവാൻ വേണ്ടി പലതും ചെയ്തു. പക്ഷേ കടം കയറി മുടിഞ്ഞു. ബാധ്യത, പലരും ഇഷ്ടക്കാരായി, സ്വന്തക്കാരായി കൂടി പിന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കും ആലോചനകൾക്കും ഒത്തവണ്ണമുള്ള ഒരു പോക്കായിരുന്നു. ഒന്ന് പൊക്കി വിട്ടതേ ഉള്ളൂ, നീ പൊങ്ങി പറന്നങ്ങ് പോയി. അവർ താഴെ നിന്ന് പലതും വാരിക്കൊണ്ട് പോവുകയും ചെയ്തു. ചതിക്കപ്പെട്ടു. ചതിയുടെ ഫലമായി നിന്റെ ബിസിനസ് തകരുന്നു, നീ കടക്കാരിയായി തീരുന്നു, നിന്റെ കച്ചവടം പൊളിയുന്നു, ആത്മഹത്യയുടെ വക്കീലായിത്തീരുന്നു. അയ്യോ, ബാധിക്കപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷകന്മാർ കൂടെ. ആമേൻ. കർത്താവിൻ്റെ വാക്ക് കേട്ട് ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയതാ. മനുഷ്യൻ്റെ മുഖം നോക്കി ഓടുവാൻ തുടങ്ങി. പലരും പറയുന്നത് കേട്ടോ, ആ ആലോചനകൾക്കും ആശയങ്ങൾക്കും അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ തുടങ്ങി. ഏറില്ല, പൊക്കി അങ്ങ് വിട്ടു. ദൈവദാസനെ, നിങ്ങളൊരു സംഭവമാണ്, നിങ്ങളെപ്പോലെ ഒരാളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊങ്ങിപ്പോയി താഴെ കൂടെ പലതും വലിച്ചുകൊണ്ട് ഒപ്പം നിന്നവർ ഓടുകയും ചെയ്തു. ഇപ്പോൾ പേടിയാ, താഴെ വീണ ചത്തവും, താഴെ ഒന്നും ഇല്ല. ഉറവ തുറക്കിയ ദൈവദാസനെ, അമേൻ. നിനക്കായി കർത്താവ് ഉറവ തുറന്നിട്ടുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക സഹോദരി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഈ അവസ്ഥ മാറുവാൻ എൻ്റെ ദൈവം ഉറവ തുറന്നിട്ടുണ്ട്. അതെ, ഇനി ദൈവം ഉറവ തുറന്ന് നിന്നെ രക്ഷിക്കുമെന്നല്ല, ദൈവം ഉറവ തുറന്ന് വെച്ചിട്ടുണ്ട്. നീ പ്രശ്നത്തിലാകുന്നതിന് മുമ്പേ നിന്റെ പോക്ക് കണ്ടപ്പോഴേ ദൈവത്തിന് അറിയാം നീ മരുഭൂമി തന്നെ എത്തുമെന്ന്. ദൈവം ഉറവ തുറന്ന് വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ദൈവം എത്ര വലിയവൻ, അവൻ ദീർഘ വീക്ഷണമുള്ളവൻ. കാരണം അവൻ ആദ്യനുമാകുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരിന് പ്രാധാന്യമുണ്ട്. അത്
ശക്തിയേറിയതാണ്. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഭാരപ്പെട്ട് തകർന്നായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ മുമ്പിൽ കരയുവാനല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവരാക്കി, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി കരയുന്നവരാക്കി നിങ്ങളെ ഒരുക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. മീൻസ് നിങ്ങൾക്ക് മുമ്പിൽ ദൈവം തുറന്നു തരുന്ന ഉറവ നിങ്ങൾ കാണും. ഞങ്ങൾ വിളിച്ചു പറയും, അതേ നിങ്ങൾക്ക് മുമ്പിൽ അതാ ദൈവം ഉറവ തുറന്നിരിക്കുന്നു. കോൺടാക്ട് ചെയ്തോ. എന്നാൽ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച്, ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്നവർ നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യഹോവ റാഫ സൗഖ്യമാക്കുന്നവൻ ഇപ്പോൾ ഇവരെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി എല്ലാ രോഗബന്ധനങ്ങളും പഴകിയ, മടിപ്പിക്കുന്ന, കടക്കാരിയാക്കി മാറ്റുന്ന, ബാധ്യതക്കാരാക്കി മാറ്റുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. നീണ്ട വർഷങ്ങളായി ചികിത്സ ഫലിക്കാത്ത രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജി രോഗങ്ങൾ മാറട്ടെ. ശരീരത്തിൽ വ്രണം വന്ന് അമേൻ 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 പല ചികിത്സകൾ ചെയ്തു. വ്രണം വന്ന് ഉണങ്ങാത്ത മുറിവുകൾ ഇപ്പോൾ ഉണങ്ങുക. പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചികമായ ബാധിപ്പുകൾ, പിശാച് രോഗികളാക്കിയ ചിലർ പുറത്തു വരിക. ഉറക്കമില്ലായ്മകൾ മാറുക, ഡിപ്രഷനുകൾ മാറുക, കോപമെന്ന രോഗം മാറുക. യെസ്, യേശുവിൻ നാമത്തിൽ മദ്യപാനികളായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്ന മോശം കൂട്ടുകെട്ടുകളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആ കെട്ട് പൊട്ടുക, മദ്യത്തിൻ്റെ കെട്ട് പൊട്ടുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഭൂതം പുറത്തു പോകട്ടെ. അമേൻ. പ്രാർത്ഥിച്ചാട്ടെ. തകർന്നു പോയ കുടുംബജീവിതങ്ങളെ ഓർത്ത് കണ്ണുനീരാതെ ആയിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കുടുംബം പണിയപ്പെടുക, ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക. ഇനി കോടതിയിലല്ല, നിങ്ങളുടെ ഭവനത്തിനകത്ത് തീർപ്പുണ്ടാകുകയോ. താങ്ക് ഗോഡ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് ജോലി ലഭിക്കുക, വഴി തുറക്കപ്പെടുക, എല്ലാ തടസ്സങ്ങൾ, തൊഴിൽ മേഖലമേലുള്ള തടസ്സങ്ങൾ മാറുക, ജോലി ചെയ്യുമ്പോൾ ആരോഗ്യമുണ്ടാകുക, ഭവനത്തിനകത്തുനിന്ന് പുറത്തു വരിക, ജോലി സ്ഥലത്തെ ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടുക, ശമ്പള വർധനം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. ആമേൻ. പ്രമോഷനുകൾ ഉണ്ടാകട്ടെ. അതിനകത്തുള്ള വെല്ലുവിളികൾ മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലിക്കാരായി മാറട്ടെ. ജോലിയില്ലാതെ ആയിരിക്കുന്നവർ ജോലിക്കാരായി മാറട്ടെ. ബാധ്യതകൾ തീരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. എല്ലാ പലിശ കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. ആമേൻ. ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവർ, വലിയ ബാധ്യതയാണ്, ജപ്തിയാണ് മുമ്പിൽ, സാവകാശം കിട്ടുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മുമ്പോട്ട് പോകുക, സംസാരിക്കുക. നിനക്ക് വേണ്ടി കർത്താവ് ചിലരുടെ ഹൃദയങ്ങളെ തുറക്കും. ആമേൻ. ശുശ്രൂഷകളിലായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഉറവ തുറക്കുവാൻ പോകുക. ബിസിനസ്സുകൾ ചെയ്യുന്നവർ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടുക, ലാഭത്തിലായി മാറുവാൻ പോകുക. ചതിച്ചവരുടെ മുമ്പിൽ നീ വളരുവാൻ പോകുക. അമേൻ അമേൻ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടുക. വിസ പ്രോബ്ലങ്ങൾ മാറുക. സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങൾ തീരുക. യേശുവിൻ നാമത്തിൽ സ്പോൺസർമാരുമായുള്ള പ്രശ്നങ്ങൾ, നിനക്ക് വേണ്ടി ചിലർ ഇടപെടുക. നിൻ്റേതല്ലാത്ത രാജ്യത്ത് നിനക്ക് വേണ്ടി ചിലർ ഇടപെടുക. ദൈവത്താൽ പ്രേരിതരായി ശക്തന്മാർ ഇടപെടുക. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയുക. താങ്ക് ഗോഡ്. ആ പണി പൂർത്തിയാക്കുക. പകുതി വഴിയിൽ കിടക്കുന്ന പണി യേശുവിൻ നാമത്തിൽ അതിന് പൂർത്തീകരണം ഉണ്ടാകുക. വാഹനങ്ങൾ വാങ്ങുക, വസ്തുക്കൾ വാങ്ങുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിന്റെ, വിടുതലിന്റെ, ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ
ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.